എന്ത് മനോഹരമാണ് ഈ പ്രപഞ്ചം. സുന്ദരമായ പൂക്കളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും വർണ്ണവൈവിധ്യമുള്ള ഈ പ്രപഞ്ചം വളരെ സുന്ദരമാണ്, മനോഹരമാണ്. മനുഷ്യർക്ക് മാത്രമേ ഇത്ര അധികം ആസ്വാദന ശക്തിയുമുള്ളൂ. അതുകൊണ്ടായിരിക്കും ശ്രീ വയലാർ രാമവർമ്മ ഇങ്ങനെ പാടിയതല്ലേ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. മനുഷ്യജന്മം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ പ്രത്യുൽപാദനം മനസ്സിലാക്കണം. അതെ, ഇന്നത്തെ ടോപ്പിക് മനുഷ്യ പ്രത്യുൽപാദനം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് ടേംസുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് അവർ എങ്ങനെയാണോ അവരുടെ യങ് വൺസിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്ത് അവരെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ഓവിപാരസും വിവിപാരസും. ഓവിപാരസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ മുട്ടയിടുന്ന ജീവികൾ. വിവിപാരസോ പ്രസവിക്കുന്ന ജീവികൾ. നമ്മുടെ ചുറ്റിനും നമ്മൾ നോക്കുമ്പോൾ പല ആനിമൽസ് മുട്ടയിടുന്നതുണ്ട്, ചിലതെന്നാലോ പ്രസവിക്കുന്നതുമുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷെ ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ വിഭാഗവും ഉണ്ട്. അതിൻ്റെ പേരാണ് ഓവോവിവിപാരസ്. അപ്പം എന്തായാലും ഓവിപാരസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിക്ക ബേർഡ്സ്, റെപ്റ്റൈൽസ് അല്ലേ, ഇതെല്ലാം ഓവിപാരസിൽ വരുന്നതാണ്. വിവിപാരസോ മാമൽസ് ഒക്കെ എക്സ്ക്ലൂസീവ്ലി വിവിപാരസാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, ബയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻസ്. ഒരു സെറ്റ് റൂൾസ് കാണും, പക്ഷെ അതിൽ നിന്നും വ്യത്യാസമുള്ള പല കാര്യങ്ങളും വരാറുണ്ട്. അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇപ്പം യൂഷ്വലി ഫിഷസ് ഓവിപാരസ് ആണെങ്കിലും ചില ഫിഷ് വിവിപാരസും ഉണ്ട്, ചിലത് ഓവോവിവിപാരസും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാർക്ക് എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷസിൽ വരുന്നതാണ്, കോൺട്രിക്ടൈസ് എന്ന് പറയുന്നത്. ഷാർക്ക് വിവിപാരിയും കാണിക്കാറുണ്ട്, എന്നാൽ ചിലത് ഓവോവിവിപാരിയും കാണിക്കാറുണ്ട്. ഷാർക്സിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മോഡ്സ് ഉണ്ട്. ചില ഷാർക്ക് ഓവിപാരസും ആണ്. അതേപോലെ തന്നെ റേ ഫിഷ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഓവോവിവിപാരസ് ആണ്. ഇനി റെപ്റ്റൈൽസ്, സ്നേക്സ് നമുക്ക് നോക്കാം. കുറേയൊക്കെ സ്നേക്സ് മുട്ടയിടുന്നതാണ്, ഓവിപാരസ് ആണ് അല്ലേ. എന്നാൽ വൈപ്പർ എന്ന് പറഞ്ഞ അണലി എന്താ ചെയ്യുന്നത്? ഓവോവിവിപാരസ് ആണ്. എന്ന് വെച്ചാൽ മുട്ട ഫോം ചെയ്യും, ഈ മുട്ട അവരുടെ ബോഡിക്കകത്ത് റീറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത്, ബോഡിയുടെ അകത്ത് വെച്ച് അത് ഹാച്ച് ചെയ്യും, മുട്ട വിരിയും, എന്നിട്ട് ജീവനുള്ള കുഞ്ഞുങ്ങളെ അത് പുറത്തേക്ക് പ്രസവിക്കും. അപ്പം ഇത്തരം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ പറയുന്നത് ഓവോവിവിപാരസ്. അപ്പം ഇതാ നോക്കിയേ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓവിപാരസ് ആൻഡ് വിവിപാരസ്. Oviparous means animals where development of the zygote takes place outside the body of the female parent. ഫീമെയിൽ ബോഡിക്ക് പുറത്ത് വെച്ചാണ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചർ, സിംഗിൾ സെൽ സ്ട്രക്ചറാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഫർദർ ഡിവിഷൻ നടത്തി എംബ്രിയോ ഫോം ചെയ്യണം അല്ലേ. അപ്പം ഈ ഡെവലപ്മെൻ്റ് എല്ലാം നമ്മുടെയൊക്കെ ഇതിലെങ്ങനെയാ, ഹ്യൂമൻ ബീങ്സിൽ അമ്മയുടെ ബോഡിയുടെ അകത്ത് വെച്ചാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഫീമെയിൽ ബോഡിക്ക് അകത്ത് അല്ലേ. ബട്ട് ഓവിപാരസ് ജീവികൾ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ബോഡിക്ക് പുറത്ത്. ഇപ്പം കോഴിയൊക്കെ മുട്ടയിടും അല്ലേ, മുട്ടയിട്ടിട്ട് മുട്ടയ്ക്കകത്താണ് ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്.
അപ്പോൾ ഈ ഓവി പാരസൈറ്റ് ഉള്ളത് ഏതൊക്കെയാ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, ബോണി ഫിഷസ്. ബോണി ഫിഷസ് എന്ന് പറയുമ്പോൾ ഓസ്റ്റിക്തൈസ്. നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെയും നിങ്ങൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെപ്റ്റൈൽസിൽ വൈപ്പർ അണലി, അത് ഓവോവിവിപാരസ് ആണ്. മുട്ട ഫോം ചെയ്യും. പക്ഷെ ഈ മുട്ട അതിൻ്റെ ബോഡിക്കകത്ത് വെച്ച് ഹാച്ച് ചെയ്തിട്ട് ജീവനുള്ള കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഇനി ബോണി ഫിഷസിലും ചില ഫിഷ് വിവിപാരി കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓവോവിവിപാരി കാണിക്കാറുണ്ട്. ഇനി ഓവിപാരസ് ആയ അനിമൽസ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സ് ഫെർട്ടിലൈസ്ഡ് എഗ്സിന്റെ പുറത്ത് ഒരു ഹാർഡായിട്ടുള്ളൊരു ഷെൽ രൂപപ്പെടുത്തും. അപ്പം ഈ ഷെൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ്. അപ്പം അങ്ങനത്തെ ഒരു കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷെൽ അതിന് ചുറ്റിനുണ്ട്. അത്തരം ഷെൽസിന് നമ്മൾ എന്ത് പറയും? കാൽക്കേറിയസ് ഷെൽസ്. ഇനി അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്കും, ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് ഡെവലപ്മെന്റ് പൂർത്തിയാവുന്നത്. അപ്പം മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരും. ഇനി വിവിപാരസ് animals with development of zygote takes place inside the body of the female parent. ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ വെച്ചാണ് സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. മിക്ക സസ്തനികളും മാമൽസ് എല്ലാം വിവിപാരസ് ആണ്. എന്നാൽ ചില കാർട്ടിലേജിനസ് ഫിഷസ്, ഷാർക്സിന്റെ കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, ഷാർക്ക് 3 തരവും കാണിക്കും. ഓവിപാരസും ഉണ്ട്, വിവിപാരസും ഉണ്ട്, ഓവോവിവിപാരസും ഉണ്ട്. പല സ്പീഷീസ് ഓഫ് ഷാർക്ക് ഉണ്ട്. നിങ്ങൾ ഈ അനിമൽ പ്ലാനറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പലതരം ഈ പറഞ്ഞ അണ്ടർ സീ ഷാർക്സിനെയൊക്കെ കാണിക്കുമ്പോൾ പലതരം ഷാർക്സിനെയൊക്കെ നിങ്ങൾ കൗതുകത്തോടെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക് വരാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വളരെയധികം കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സാണ്. ഹ്യൂമൻസ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആണ് അല്ലേ? എങ്ങനെയാ? വിവിപാരസ, പ്രസവിക്കുന്ന ജീവികളാ. ഏതൊരു ഹ്യൂമൻ ബീങ്ങും റീപ്രൊഡക്റ്റീവ് ശേഷി അല്ലെങ്കിൽ കപ്പാസിറ്റിയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടിയിലേക്ക് കയറുമ്പോൾ. പ്യൂബർട്ടി എന്ന് പറയുന്നത് എന്താ? ഒരു ഏജ് ഗ്രൂപ്പ് വെയറിൻ there are changes in the body of the individual. ആ സമയത്ത് പ്യൂബർട്ടി സമയത്തുമ്പോൾ ആ ഇൻഡിവിജ്വലിൽ കുറേ മാറ്റങ്ങൾ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൺകുട്ടികളിൽ ബേഡ്, മസ്റ്റാച്ച്, അതേപോലെ തന്നെ ശബ്ദത്തിൽ മാറ്റം വരുന്നു, മാസ്ക്യുലിൻ ശരീരമാകുന്നു. ഇതൊക്കെ പ്യൂബർട്ടിയിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതേപോലെ പെൺകുട്ടിയാണെങ്കിലോ, പെൺകുട്ടിയിൽ റൗണ്ട് ബോഡി സ്റ്റേച്ചർ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഷ്രിൽ വോയിസ് ആയിരിക്കും, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരും. ഇത്തരം ചേഞ്ചസ് വരുന്ന പ്യൂബർട്ടി പീരീഡിലാണ്. അപ്പോൾ ആ കുട്ടി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ കയറി എന്നാണ് അർത്ഥം. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഗാമറ്റ്സ് ഫോം ചെയ്യണം, ഗാമറ്റ്സ് ഫ്യൂസ് ചെയ്യണം. ഈ ഗാമറ്റ്സ് അല്ലെങ്കിൽ സെക്സ് സെൽസിന് നമ്മൾ പേര് പറയുന്നുണ്ട്. മെയിൽ ഗാമറ്റിനെ സ്പേം എന്നും ഫീമെയിൽ ഗാമറ്റിനെ egg or ovum എന്നും പറയും. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന ഈവൻസുകൾ ഏതെല്ലാം നമുക്കൊന്ന് നോക്കാം. ആദ്യം ഗാമറ്റ് ഫോം ചെയ്യണം. അപ്പം ഇവിടെ ടീച്ചർ ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫ്ലോ ചാർട്ട് എക്സാമിന് വരാറുള്ളതാണ്. ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് തരാം, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് സീക്വൻസിൽ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇടയ്ക്കുള്ള ചില ഭാഗങ്ങൾ ബ്ലാങ്ക് സ്പേസ് ആക്കി വിടാം. അപ്പോൾ ആ ബ്ലാങ്ക് സ്പേസ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഗമറ്റോജെനസിസ് ആണ്. ജെനസിസ് മീൻസ് ഫോമേഷൻ. എന്തു ഫോം ചെയ്യുന്നു? ഗാമറ്റ് ഫോം ചെയ്യുന്നു. അപ്പം ഈ ഗമറ്റോജെനസിസ് സ്റ്റേജിലാണ് ഗാമറ്റ് ആയ സ്പേം ആൻഡ് ഓവം ഫോം ചെയ്യുന്നത്. സ്പേം ഫോം ചെയ്യുന്ന പുരുഷന്മാരിൽ, ഓവം ഫോം ചെയ്യുന്ന സ്ത്രീകളിൽ. ഗമറ്റോജെനസിസ് നടക്കുന്നത് ഏത് കോശ വിഭജനത്തിലൂടെയാണ്? സെൽ ഡിവിഷൻ ഏതാണ്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് അല്ലേ? സെൽ ഡിവിഷൻ എത്ര തരം? മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അപ്പൊ ഗാമറ്റ് ഫോം ചെയ്യുമ്പോൾ ഏത് സെൽ ഡിവിഷനാണ് നടക്കുന്നത്? കറക്റ്റ്, മിയോസിസ്. ബിക്കോസ്
മിയോസിസ് നടക്കുമ്പോഴേ ക്രോമോസോം നമ്പർ പകുതിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഗാമറ്റോജനസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ ഗാമറ്റ് ഉണ്ടായത് എവിടെയാ? സ്പേം ഉണ്ടായത് മെയിലിലും ഓവം ഉണ്ടായത് ഫീമെയിലും. ഇനി ഇത് രണ്ടും ഫ്യൂസ് ചെയ്യണം അല്ലെ. ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും അടുത്ത് വരണം. സ്പേം ആൻഡ് ഓവം അടുത്ത് വന്നാലല്ലേ ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഫ്യൂസ് ചെയ്യണമെങ്കിൽ മെയിൽ സ്പേം ഫീമെയിൽ ഓവം അല്ലെങ്കിൽ ഗാമറ്റിന്റെ അടുത്തേക്ക് എത്തണം. ആ പ്രോസസ്സാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോൾ the sperms from the male are deposited in the vagina of the female. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. സ്പേം ആൻഡ് ഓവം ഫ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാം. യൂഷ്വലി ഇത് ഫെർട്ടിലൈസ് ചെയ്യുന്നത് എവിടെയാ? ഫെലോപ്പിയൻ ട്യൂബിന്റെ ഇസ്ത്മസ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമ്മളിത് പിന്നീട് പഠിക്കും. അത് കഴിയുമ്പോൾ സൈഗോട്ട് രൂപപ്പെട്ടു. സൈഗോട്ട് ഇസ് എ സിംഗിൾ സെൽ സ്ട്രക്ചർ. മെയിൽ ഗാമറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന സ്ട്രക്ചറാണ് സൈഗോട്ട്. ഇനിയിപ്പോൾ ഈ സൈഗോട്ട് ഒരു ബോൾ ഓഫ് സെൽസ് ആയി മാറണം. അപ്പൊ അതിനെന്ത് ചെയ്യും? നിരവധി സെൽ ഡിവിഷൻസ് നടത്തും. ബട്ട് ഇത്തവണ ഏത് സെൽ ഡിവിഷൻ ആയിരിക്കും നടക്കുന്നത്? ക്രോമോസോം നമ്പർ പകുതി ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ ഏർപ്പെടും. ഇപ്പൊ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ ആ ഒരു സൈഗോട്ടിന്റെ സിംഗിൾ സെൽ 2 ആവും, 4 ആവും, 8 ആവും, 16 ആവും, ഇങ്ങനെ നമ്പർ ഓഫ് സെൽസ് ഫോം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ആ ബോൾ ഓഫ് സെൽസ്, ഈ ബോൾ ഓഫ് സെൽസിന് ഒരു പേരുണ്ട് കേട്ടോ, ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല. ആ ബോൾ ഓഫ് സെൽസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല വന്ന് ഗർഭപാത്രം അല്ലെ യൂട്രസിന്റെ ഇന്നർ വാളിൽ വന്ന് ഫിക്സ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ബ്ലാസ്റ്റുല യൂട്രസിന്റെ ഇന്നർ വാളിൽ വന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ലേഡി ഈസ് പ്രഗ്നന്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് യൂട്രസിൽ ഫിക്സ് ചെയ്ത എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം ഒരു കുഞ്ഞ് ഫുൾ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ എത്ര സമയമാണ് എടുക്കുന്നത്? 9 മാസവും ഏതാനും ദിവസങ്ങളും, 7 ദിവസം അല്ലെ. ആ പീരീഡ് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 280 days എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പീരീഡ് ജസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ ദൈർഘ്യമാണ് 9 months and few days. പല മൃഗങ്ങൾക്ക് ജസ്റ്റേഷൻ പീരീഡ് വാരി ചെയ്യും കേട്ടോ. ആനയ്ക്ക് വേറെയാണ്, ഡോഗ്സിന് വേറെയാ, കാറ്റിന് വേറെയാ, കൗവിന് വേറെയാ, വേറെയാ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ചുറ്റിനും ഒക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ, ചിലരുടെയൊക്കെ വീട്ടിൽ പശുവൊക്കെ കാണാം. അപ്പൊ എത്ര ദിവസം അല്ലെ എത്ര സമയമാണ് അവരുടെ ജസ്റ്റേഷൻ പീരീഡ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെലിവറിനാണ്. ബയോളജിയിൽ ഇങ്ങനെ കുറേ ടെക്നിക്കൽ ടേംസ് കാണും, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെലിവറിക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി പറയുന്ന ഒരു ടേമാണ് പാർച്ചുറേഷൻ. ഇപ്പോഴും ഓർക്കണം, ബയോളജിയിൽ കുറേ ടെർമിനോളജീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് വാക്കുകൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പം ഈ വാക്കുകളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പീറ്റഡ്ലി അത് പറയുകയോ എഴുതി പഠിക്കുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് പതിയും. ഓക്കെ, അപ്പം നമുക്കൊന്നും കൂടെ റീക്യാപ്പ് ചെയ്തെടുക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് ഗമറ്റോജനസിസ്, ഗാമറ്റ് ഫോർമേഷൻ. അത് കഴിഞ്ഞ് ഫീമെയിൽ ഗാമറ്റിന് അടുത്തേക്ക് മെയിൽ ഗാമറ്റ് എത്തണം. അപ്പോൾ മെയിൽ ഗാമറ്റ് സ്പേം ഫീമെയിൽ വെജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ് ഇൻസെമിനേഷൻ. മെയിൽ ഗാമറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും, സിംഗിൾ സെൽ സ്ട്രക്ചർ. ഈ സിംഗിൾ സെൽ സ്ട്രക്ചർ മൾട്ടി സെല്ലുലറായ ബ്ലാസ്റ്റുല അല്ലെ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യും ഡ്യൂ ടു റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. അത് കഴിഞ്ഞ ബ്ലാസ്റ്റുല വന്ന്
ഇംപ്ലാന്റ് ചെയ്യും യൂട്രസിൻ്റെ ഇന്നർ വാളിൽ, വിച്ച് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ആഫ്റ്റർ വിച്ച് ദ ഫീമെയിൽ ഇസ് സെഡ് ടു ബി പ്രഗ്നന്റ്. അത് കഴിഞ്ഞാൽ development of the embryo takes place inside the female uterus, which is called the gestation period. Later on, the child takes birth. ആ പ്രോസസ്സിനെ ഡെലിവറി എന്ന് കോമൺലി പറയും, വിച്ച് ഇസ് കോൾഡ് പാർച്ചുറേഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമെറ്റ്സ് ഓർ സെക്സ് സെൽസ്. ഈ പ്രോസസ് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇത് വിശദമായി നമ്മൾ പഠിക്കുന്നതായിരിക്കും. സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ സ്പെർമാറ്റോജെനസിസ് എന്നും ഓവം ഫോം ചെയ്യുന്നതിനെ ഊജെനസിസ് എന്നും ആണ് പറയാറ്. സ്പേം ആണ് യൂഷ്വലി മൊട്ടൈൽ. ഇതാ കണ്ടോ, ഒരു ഇലോങ്കേറ്റഡ് ഫ്ലാജലേക്ക് ഉണ്ട്. ഈ ചിത്രം നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ? അപ്പം ദിസ് ഇസ് സ്പേം. ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ ആരോഗ്യമാസികകളിലൊക്കെ വരാറുള്ളതാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചിത്രം. ദിസ് ഇസ് സ്പേം വിച്ച് ഇസ് മൊട്ടൈൽ. നേച്ചറിൻ്റെ തന്നെ ഒരു രീതിയാണ്, എപ്പോഴും മെയിൻ ഗാമറ്റ്സ് ആർ യൂഷ്വലി മൊട്ടൈൽ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പ്ലാന്റ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതിലും ബ്രയോഫൈറ്റ്സുകളിലൊക്കെ ആന്ത്രോസോയിഡ്സ് മൊട്ടൈലാണ്, ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും ഒക്കെ. എന്നാൽ ഫീമെയിൽ ഗാമറ്റ് ഓവം നോൺ മൊട്ടൈലായിരിക്കും. ധാരാളം സൈറ്റോപ്ലാസം ഒക്കെ ഉള്ളതായിരിക്കും ഫീമെയിൽ ഗാമറ്റ്, ലാർജ് ആയിരിക്കും സൈസിൽ. സിമിലർലി ഇവിടെ അതുപോലെ തന്നെയാണ്. സ്പേം ഈസ് മൊട്ടൈൽ, ഫീമെയിൽ ഗാമറ്റ് ഓർ ഓവം ഈസ് ലാർജ് ആൻഡ് നോൺ മൊട്ടൈൽ. ചലനശേഷി ഉള്ളതിന് മൊട്ടൈൽ എന്നും ഇല്ലാത്തതിന് നോൺ മൊട്ടൈൽ എന്നും പറയും. അടുത്ത പ്രോസസ്സാണ് ഇൻസെമിനേഷൻ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഓർ വെജൈന. അടുത്തെത്തിയാൽ മാത്രമല്ലേ ഫ്യൂഷൻ നടക്കുകയുള്ളൂ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇതാ നോക്കിയേ, ഓവമിൻ്റെ ചുറ്റിനും ഇവിടെ ഇപ്പോൾ കുറച്ച് കൂടുതൽ സ്പേംസിനെ കാണിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഒരു ഡ്രോപ്പ് ഓഫ് സീമെനിൽ ധാരാളം മില്യൺസ് ഓഫ് സ്പേംസ് കാണും. ബട്ട് ഓൺലി വൺ സ്പേം വിൽ ഫ്യൂസ് വിത്ത് ദ എഗ്. അപ്പം നിങ്ങൾ ചിത്രത്തിൽ ഇങ്ങനെ ധാരാളം സ്പേംസ് ചുറ്റിനുണ്ടായിട്ട് കണ്ടാലും ഒരു സ്പേം മാത്രമേ ഓവത്തിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്യുള്ളൂ. വൺ ovum will fuse with one sperm to form a single cell zygote. ഇത് സൈഗോട്ട് ഫോം ചെയ്തതിൻ്റെ സ്ട്രക്ചറാണ്. ഇറ്റ്സ് സിംഗിൾ സെൽ സൈഗോട്ട്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ സൈഗോട്ട് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് നടത്തിയിട്ട് ഒരു ബോൾ ഓഫ് സെൽസ് ഫോം ചെയ്യും. ആൻഡ് ദിസ് ബോൾ ഓഫ് സെൽസ് ഈസ് കോൾഡ് ബ്ലാസ്റ്റുല ഓർ ബ്ലാസ്റ്റോസിസ്റ്റ്. Next step is attachment of the blastocyst to the uterine wall. Uterine wall like ഇതാ കണ്ടോ, ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്തു അല്ലേ? ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ say the lady is pregnant. കുറേ മാറ്റങ്ങൾ ആ ഫീമെയിലിൻ്റെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ വരും. ഹോർമോണൽ ചേഞ്ചസ് വരും. പ്രഗ്നൻസി റീറ്റെയിൻ ചെയ്യാൻ അഡീഷണൽ ആയ ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരുപാട് ചേഞ്ചസുകൾ വരും. Gestation is the embryonic development period. 4 months, 5 months, 6 months, 7 months, 8 months, 9 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആയി ആൻഡ് ഈസ് റെഡി ടു കം ഔട്ട്. ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ദ ചൈൽഡ്, അതിന് പറയുന്ന പേരാണ് ഡെലിവറി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുഞ്ഞ് വെജൈനയിലൂടെ പുറത്തേക്ക് വരുന്നു. ദിസ് ഇസ് നോർമൽ വെജൈനൽ ഡെലിവറി. ഇതല്ലാതെ നിങ്ങൾ മറ്റൊരു തരം പാർച്ചുറേഷൻ അല്ലെങ്കിൽ മറ്റൊരു തരം ഡെലിവറിയും കേട്ടിട്ടുണ്ടാവും, സിസേറിയൻ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം അത്രയും പഠിച്ചതിനെ പ്രീ ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിലേക്ക് ഒന്ന് കാറ്റഗറൈസ് ചെയ്താലോ? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഗമറ്റോജെനസിസും ഇൻസെമിനേഷനുമാണ്. ഗമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ വെൻ ഗാമെറ്റ്സ് ആർ ഫോംഡ്, ആ പ്രോസസ്. Insemination is transfer of male sperm towards the female ovum or gamete. Post-fertilization events എന്താ വരുന്നത്? Formation of zygote, transformation of zygote into blastula, implantation, gestation, parturition. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്
മനസ്സിലായല്ലോ എല്ലാവർക്കും? സംശയങ്ങളില്ലല്ലോ? ഓക്കെ. താങ്ക് യു സ്റ്റുഡൻസ്.